ഞാനും മാളുവും കാത്തുവും അതേപോലെ മാധവും വൈഷ്ണുവും കൂടെ ഒരുമിച്ച് നമ്മൾ പൂതക്കുളത്തുള്ള ആനത്താവളത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടത്. ഏതോ ഒരു റീല് കണ്ടപ്പോൾ മാളുവിന് തോന്നി കാത്തുവിനെ കൊണ്ട് അവിടെ പോകണമെന്ന്. പക്ഷേ ആനപ്പുറത്ത് കയറാമെന്നുള്ള കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ ഇന്ന് അവിടെ ഏതോ ഒരു കല്യാണം ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആന പോകുന്നുണ്ട്. ആന ഇന്ന് നമ്മളെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ആളുകൾ കൂടുതലുണ്ടായതുകൊണ്ടും പിന്നെ കല്യാണം നടക്കുന്നുണ്ടാവുമെന്നും അറിയത്തില്ല. ആനത്താവളത്തിലേക്ക് ആനയുടെ ആനപ്പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും ഒക്കെ കയറാൻ സാധിക്കും. പക്ഷേ ഇന്ന് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയില്ല. അങ്ങനെയാണ് കാത്തു പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറാമെന്ന് കാത്തു പറഞ്ഞു. ഇപ്പം പേടിയുണ്ടായിരുന്നെങ്കിലും കാത്തു തന്നെ അപ്പുറത്ത് കയറി ഇപ്പോൾ ചടേന്നും പറഞ്ഞ് നേരെ താഴോട്ട് വന്ന് ആ മുഖമൊക്കെ ഒന്ന് കാണാമായിരുന്നു. തൊട്ടടുത്ത് നല്ല അടിപൊളി ഒരു ചണ്ടാല പിശുക്കിയുടെ ആ വെള്ളം കൊടുക്കുന്നത് ഒരു കറുത്ത സ്ത്രീ ബ്രാഹ്മണന് വെള്ളം കൊടുക്കുന്ന ആ ഒരു മനോഹരമായ ഒരു ദൃശ്യം അവിടെ കണ്ടു. തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോളും കാണാൻ പറ്റും. അത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടില്ലേ സംഭവം. അടുത്ത് തന്നെ അത് കണ്ടോ, വെള്ളം കുടിക്കുന്ന പഴയ ആ ഒരു ചിത്രം നമുക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. തൊട്ടടുത്ത് തന്നെ സുന്ദരി ആടിന് തീറ്റ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ചേർന്ന് നടന്ന് ഈ സൈഡിൽ കൂടെ നടന്നങ്ങ് പോകുമ്പോൾ ആനക്കൊട്ടിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല വൃന്ദാവനം, അതായത് പൂങ്കാവനമാണ്. പിന്നീട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. ആന മാത്രമല്ല, പാർക്കും ഉണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. ഇവിടെ എപ്പോഴായാലും എന്തായിരുന്നാലും മഴയില്ലാത്തതുകൊണ്ട് ഗംഭീരമായിട്ട് നമുക്കിത് കാണാൻ പറ്റി. ഇത് കണ്ടില്ലേ, ഇലകൾ കൊണ്ടുള്ള കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഓരോ ബെഞ്ചുണ്ട്. ഐ ലവ് ആനത്താവളം എന്ന് എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു ബോർഡ് അവിടെ കാണാൻ പറ്റും. വെറും 100 രൂപ ഉള്ളു കേട്ടോ ടിക്കറ്റ്. അതായത് ഈ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരവൂരിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകുന്ന വഴി പൂതക്കുളത്താണ് ആനത്താവളം. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അങ്ങനെ കാത്തു ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോഴും നിർബന്ധം പിടിക്കുന്നുണ്ടല്ലേ, എനിക്ക് അതിനകത്ത് കയറണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൽ കയറണ്ട, അതിൽ കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് കയറുന്നത്. അപ്പോൾ ചെറിയ ഒരു ഇതിനകത്ത് കയറാൻ നോക്കി. അങ്ങനെ ചെറുതായിട്ട് കയറി കാത്തു അങ്ങോട്ട് കയറാനുള്ള പരിപാടി നോക്കുമ്പോഴേക്കും ഞാൻ തൊട്ടടുത്തല്ല ഷൂട്ട് ചെയ്തു. അങ്ങനെ കാത്തു ഈ ചെറുതിനകത്ത് കയറി അവിടെ നിന്നും നിരങ്ങി നേരെ ചടേന്ന് താഴെ വന്നത് കണ്ടില്ലേ. ഇത് കുരുത്തക്കെട്ടിന് യാതൊരു കുറവുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കാണ് ആന ഇങ്ങനെ കുളിപ്പിക്കുന്നുണ്ട്. പാപ്പാൻ ആനയെ ഭംഗിയായിട്ട് കുളിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ, കൊമ്പനുമുണ്ട്, 2 കൊമ്പനുമുണ്ട്, ഒരു പിടിയാനയുണ്ട്. പിടിയാനയെ കുളിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു ഒട്ടകവും കിടക്കുന്നതാണ് കേട്ടോ. ഈ നല്ല ആൾ കുറവായ സമയങ്ങളിൽ ഈ ഒട്ടകത്തിൻ്റെ പുറത്തും ആനയുടെ പുറത്തൊക്കെ കയറി നമുക്ക് ആ ഗാർഡൻ മൊത്തം ചുറ്റി സഞ്ചരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പാപ്പാൻ അവിടുന്ന് എൻ്റെ തീറ്റ പട്ട എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാണ്ടില്ല. അത് വെച്ചൊരു ചൊറിച്ചിലുണ്ട് പോകുന്നത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. അത് കിട്ടിയ വാടക അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് എടുത്ത് ഒരു ചൊറിച്ചിലങ്ങോട്ട് ചൊറിഞ്ഞ് തൂക്കി അങ്ങോട്ട് എടുക്കും. വലിച്ചങ്ങോട്ട് എടുത്ത് നൂത്ത് കരുതി ആ ചെവിയുടെ 2 ഭാഗവും വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ടോ. വലിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി നൂത്തങ്ങോട്ട് നിർത്തി ആരെ അടിക്കാൻ പോകുന്നതാണ് കണ്ടത്. കണ്ടില്ലേ, ചൊറിച്ചിൽ കണ്ടില്ലേ, 2 ഭാഗവും മാറി ചൊറി. ആന ചൊറിയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ചൊറിച്ചിൽ ഇങ്ങനെയും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണയായിട്ട് എവിടെയെങ്കിലുമൊക്കെ തെങ്ങൊക്കെ കൊണ്ടിട്ട് വരച്ചാൽ ഇതാണ്. ഇത് കെട്ടിയ പനമ്പട്ട തന്നെ, അതായത് പനമ്പട്ട തന്നെ എടുത്ത് വലിച്ചു കീറിയിനെങ്ങനെ തിന്നോ, വേറെ മാർഗമൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ ഇനി ഇഷ്ടംപോലെ കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. അപ്പം ആന ഇങ്ങനെ അവിടെ കുളിച്ച് സുന്ദരനായിട്ട് സെറ്റായിട്ട് നിന്നിട്ട് കൊമ്പൻ ഇങ്ങനെ വലിച്ച് മുറുക്കിയൊക്കെ ഓരോന്ന് കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമുക്ക് നടക്കാം. ഇനി കാഴ്ച ബംഗ്ലാവെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിനി കാഴ്ച ബംഗ്ലാവാണ് കേട്ടോ. ഇവിടെ അരയന്നം, അരയന്നമാണിത്. അരയന്നത്തിൻ്റെ അടുത്തൂടെ നമ്മൾ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെ അന്ന് കണ്ടില്ലേ, ഇച്ചിരി നാണമൊക്കെ ഉണ്ടായിട്ട് തലയൊക്കെ കുഞ്ചൊക്കെ നിന്നാണത്. ഇനി അപ്പുറത്തോട്ട് വരുമ്പോൾ അലങ്കാര കോഴികളുണ്ട്, എമുണ്ട്. എമു ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒട്ടകപ്പക്ഷി ഇവിടെ കണ്ടു കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഒട്ടകപ്പക്ഷി ഇതോ നിൽക്കുന്നത് ഇപ്പൊക്കെ കാണണം. പീസ കോരുമ്പോൾ കണ്ടില്ലേ, കണ്ണടച്ച ആളുടെ തല ചെറുതാണെങ്കിലും ഇതിനകത്തൂടെ എത്ര ഈ വെയിറ്റ് എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായതാണ്. കാത്തു നിന്ന് നോക്കുന്ന നോട്ടം കണ്ട ചന്തം വിട്ടാണ് നോക്കുന്നത്. ഇത്രയും വലിയ കോഴിയെ വീട്ടിൽ പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് കാത്തു ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒട്ടകപ്പക്ഷി അങ്ങനെ നിന്ന് ചൊറിയുന്നുണ്ട്. നല്ല ഏകദേശം എത്ര കിലോ വെയിറ്റ് വരുമെന്ന് ഗസ് ചെയ്തെന്ന് പറഞ്ഞു തരണം കേട്ടോ. തൊട്ടടുത്തായ നമ്മളെ പഞ്ചവർണ്ണ തത്തയുണ്ട്. അത് കഴിഞ്ഞിട്ട് അലങ്കാര കോഴികളുണ്ട്, മറ്റേ ഗിനിക്കോഴിയുണ്ട്. പിന്നെ ഈ സാധനം കണ്ട നമ്മളെ ഊന്ത്, എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, ഇഗ്വാനെ അങ്ങനെ എന്തോ പറയുന്ന പേരാന്ന് തോന്നുന്നു. തൊട്ടടുത്ത് കുളക്കോഴി, നമ്മൾ ആ നാട്ടിലുള്ള കുളക്കോഴി. പിന്നെ പഞ്ചവർണ്ണ തത്ത മേളിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഓരോ പോസൊക്കെ തരുന്നുണ്ട് നമുക്ക്. പിന്നെ തൊട്ടപ്പുറത്തിലെ കാടക്കോഴിയുണ്ട്. പിന്നെ എന്തൊക്കെയാ പറയുക, ഓരോ ഐറ്റംസിനെ ഞാൻ പുതിയതായിട്ട് ഓരോന്നും കാണുകയാണ്. പിന്നെയും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശേഷം എന്ന് പറഞ്ഞാൽ ആടാണ്. ചെറിയ കുള്ളനാട് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. പഞ്ചവർണ്ണത്തെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കുഞ്ഞു കിളികളെയൊക്കെ കണ്ട് ഏകദേശം അവിടെ നിന്ന് ഇറങ്ങാനായപ്പോഴത്തേക്കാണ് ഇതിൽ കയറണമെന്ന് കാത്തു പറഞ്ഞ് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും മാധു
അങ്ങനെ ഞാനും മാളും കാത്തും വിഷ്ണുവും കൂടെ പോയ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷൈൻ വീഡിയോസിനെ പ്രോത്സാഹിപ്പിക്കുക.